അപ്പൊ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കണ്ട് എല്ലാവരെയും പോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേരുന്നത്. ആഡ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നി. അപ്പം പിന്നെ പെട്ടെന്നൊന്നും നോക്കിയില്ല, ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് അതിലേക്ക് ചേർന്നപ്പോൾ നമുക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് എത്രത്തോളം, അന്ന് ഞാനത് ആ ഡിസിഷൻ എടുത്തത് എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് വളരെ എന്താ പറയാ, അപ്പൊ ആ ഒരു ഡിസിഷൻ എടുത്തത് ഒരിക്കലും നഷ്ടമല്ല. ഇത് ഈ അവസരം വരെ എനിക്ക് ഒരിക്കലും നഷ്ടം, അതെനിക്ക് ഒരിക്കലും ഇനി അതായത് മുന്നോട്ടും ജീവിതത്തിൽ എനിക്കൊരു നഷ്ടമായി തോന്നില്ല എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ. പിന്നെ ഞാൻ എസ് മെക്കാനിക് ഫീൽഡിലേക്ക് ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു കമ്പനിയിൽ നിന്ന് വർക്ക് പഠിച്ചു. അപ്പൊ ഞാൻ ആ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടുന്ന ടൈമിലെല്ലാം ഞാൻ വരയ്ക്കും. മാക്സിമം ഒരു രാത്രി ഒരു 10 മണി അന്നേരമാണ് ഞാൻ ഫ്രീ ആവുള്ളൂ. വർക്ക് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമൊക്കെ ചിലപ്പം യാത്രയാണ് കൂടുതൽ എനിക്ക്. ഞാനിപ്പം ഒരു കേരളം ഫുള്ളായിട്ട് സഞ്ചരിച്ച് ഞങ്ങൾ ഇങ്ങനെ വർക്ക് എവിടെയാണോ അവിടെ പോയി വർക്ക് ചെയ്യാണ്. കേരളത്തല്ല, പുറത്ത് തമിഴ്നാട്, ആന്ധ്ര അങ്ങനെ ഉണ്ട്. അപ്പം എവിടെ പോയാലും അവിടെ നിന്ന് ഇരുന്നാണ് നമ്മൾ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലോഡ്ജ് റൂമിലാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആ ഒരു ടൈം ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോ ഇതിലിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ ആ ബാഗിൽ ഇപ്പം എൻ്റെ ടൂൾസ് കാര്യങ്ങൾ, ഒരു ബോർഡ്, അതുപോലെ ഡ്രോയിങ് ബുക്സ് എല്ലാം ഞാൻ എവിടെ പോയാലും അത് കൊണ്ടുപോകും. കാരണം എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും സന്തോഷ സഹചാരിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഒന്നെങ്കിൽ മൊബൈൽ നോക്കി വെറുതെ ടൈം കളയും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് എന്റെ ഫീൽഡിൽ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ വൈകുന്നേരം നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ കുറെ സമയം വേസ്റ്റ് ആയിട്ട് കളഞ്ഞ കുറെ സമയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കിട്ടുന്ന ടൈമിൽ ഒരു ചിത്രമെങ്കിലും വരയ്ക്കുക എന്നതാണ് ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ ശരിക്കും ഒരു നമ്മളുടെ ആ ഒരു കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ഇപ്പൊ ഒരു അടുത്തൊരു 21 ഡേയ്സ് ചലഞ്ച് ചെയ്തല്ലോ. ആ 21 ഡേയ്സ് ചലഞ്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് തൃശ്ശൂരായിരുന്നു ഞാൻ എന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും ഒരു വൺ അവർ നമുക്ക് ഫുഡ്, അതായത് ഉച്ചയ്ക്ക് 1 അവർ നമുക്ക് ഫ്രീ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ, പിന്നെ റെസ്റ്റ് എടുക്കാൻ 1 അവർ റെസ്റ്റ് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കും, നേരെ റൂമിൽ പോകും. ആ ചലഞ്ച് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കിട്ടുന്ന സമയം രാവിലെ 8:30 ആകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കയറിയാൽ മതി. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമ്മളൊന്ന് വരയ്ക്കും. അപ്പൊ അങ്ങനെ ക്ലാസ് കാണാനുള്ള ക്ലാസ് കാണും നേരത്തെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ചേഞ്ച് ആയി. എല്ലാവരും എന്നോട് പറയാം, കാരണം കൂടെയുള്ളവർ കൂട്ടുകാരോട് ഞങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങിയാലും കാണാൻ പോകും. ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. വെറുതെ സമയം കളയാറില്ല. കാരണം ഇതിൽ തന്നെ സമയം നമുക്ക് കുറവാണ്. അപ്പൊ മാക്സിമം കിട്ടുന്ന സമയങ്ങൾ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും ഇപ്പം നിലവിൽ ഞാനിപ്പം എനിക്ക് ഈ കമ്മീഷൻ വർക്ക് നമ്മൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് ഞാൻ ഈ ഫീൽഡിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ തന്നെ മാറുന്നില്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ അനൂപ് ലാലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് അനൂപ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ആർട്ടിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് എടുത്തതെന്നും നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ കൺഗ്രാചുലേഷൻസ് ആൻഡ് വെൽക്കം. എനിക്കറിയേണ്ടത് ആർട്ട് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്ത, അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആ ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്റെ പേര് അനൂപ് എന്നാണ്, അനൂപ് ലാലു. എന്റെ സ്വന്തം സ്ഥലം കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ പഞ്ചായത്തില് എളങ്കാട് എന്നാണ് ഒരു മലയോര പ്രദേശമാണ്. ഞാൻ പഠിച്ചതെല്ലാം അവിടെ തന്നെയാണ്. ഞാൻ +2 വരെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എസ് മെക്കാനിക് ഫീൽഡിലേക്ക് ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു കമ്പനിയിൽ നിന്ന് വർക്ക് പഠിച്ചു. അപ്പൊ ഞാൻ ആ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ഫീൽഡ് അനുസരിച്ച് ഞാനൊരു ഒരിടത്ത് അതായത് ഞങ്ങൾക്ക് സൈറ്റ് വർക്കാണ് കൂടുതൽ, പ്രൊജക്ട് വർക്കുകൾ. അപ്പൊ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയി സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ആർട്ട് ഫീൽഡിലേക്ക് വരുന്ന പറഞ്ഞാൽ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ട സമയത്ത് ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പം ആ ഒരു അപ്പൊ അങ്ങനെ എനിക്ക് വരയോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അപ്പൊ പഠിക്കാനൊന്നും ആ സമയത്ത് കിട്ടിയില്ല. സ്കൂളിലും അതിനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഡ്രോയിങ് ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ആ സമയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് വരയോടുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ +2 കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് ഞാൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോകുന്നത്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഈ
വർക്ക് റിലേറ്റഡ് ഡ്രോയിങ്. അപ്പോൾ വീട്ടുകാരുടെ വിചാരം ഇത് വരയ്ക്കുന്ന, അപ്പോൾ എനിക്കും അറിയില്ല ഇത് എന്താണ് സംഭവം എന്ന്, AC-യുടെ ഫീൽഡ് എന്താണെന്ന് സംഭവം എന്ന് പറയാം. അപ്പൊ ഞാൻ ആ ഡ്രോയിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നോട് പറഞ്ഞു അവിടെ ഇതിനുള്ള ഇത് സ്കോപ്പൊക്കെ ഉണ്ട്, അപ്പൊ ആ കൂട്ടത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ആ ഡ്രോയിങ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉം. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ, അപ്പൊ ഞാൻ ഷെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ലായിരുന്നു. ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് നമ്മൾ നോക്കി പിക്ചറുകൾ വരയ്ക്കും, എന്തെങ്കിലും നമ്മൾ കണ്ടു വരയ്ക്കാവുന്ന രീതിയിൽ അങ്ങനെ വരയ്ക്കും. അപ്പൊ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളുടെ അപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും പഠിക്കാൻ പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർന്ന് ഇപ്പൊ ഞാനൊരു 10 വർഷമായിട്ട് ഞാൻ എറണാകുളത്തുണ്ട്. ശരിക്കും പ്രോപ്പർ എറണാകുളത്ത് തന്നെ ഞാൻ ഉണ്ടായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ഇപ്പൊ ഒരു 3 months ആയിട്ട് ഞാൻ തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ണൂരാണുള്ളത്. അപ്പൊ എന്റെ ബാഗിൽ ഇപ്പൊ ഞാൻ ഫുൾ ആർട്ടിന്റെ സാധനങ്ങളാണ് കൂടുതലും. ഉം. കാരണം ഒരിടത്ത് വീട്ടിലിരുന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, വീട്ടിൽ ചെന്നാൽ ഒട്ടും പറ്റില്ല. വീട്ടിൽ വീക്കിൽ ഒരു ദിവസമാണ് വീട്ടിൽ പോവുക, സൺഡേ മാത്രം വീട്ടിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വർക്കിൽ. അപ്പൊ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ സാധനങ്ങളെല്ലാമായിട്ട് ഞാൻ പോകും. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കണ്ട് എല്ലാവരെയും പോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേരുന്നത്. ആഡ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നി. അപ്പൊ പിന്നെ പെട്ടെന്നൊന്നും നോക്കിയില്ല, ഞാൻ ആഡ് ചെയ്ത് അതിലേക്ക് ചേർന്നപ്പോൾ നമുക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്താണ് പഠിക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു ഇതുള്ളത് കൊണ്ട് മാത്രം ചേർന്നു. ഞാൻ പിന്നെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ വരയ്ക്കുമ്പോഴും വീഡിയോസ് ഒന്നും കാണാതെ അങ്ങനെ ജസ്റ്റ് ഞാൻ വരച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ ചേരില്ലായിരുന്നു. ഉം. അല്ല നമ്മള് അങ്ങനെ നമ്മൾ അതിലൂടെ പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അന്നേരം അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഞാനൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയം അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് എത്രത്തോളം, അന്ന് ഞാനത് ആ ഡിസിഷൻ എടുത്തത് എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് വളരെ എന്താ പറയാ, അപ്പൊ ആ ഒരു ഡിസിഷൻ എടുത്തത് ഒരിക്കലും നഷ്ടമല്ല. ഇത് ഈ അവസരം വരെ എനിക്ക് ഒരിക്കലും നഷ്ടം, അതെനിക്ക് ഒരിക്കലും ഇനി അതായത് മുന്നോട്ടും ജീവിതത്തിൽ എനിക്കൊരു നഷ്ടമായി തോന്നില്ല എന്നൊരു ചിന്തയിലാണ് ഇപ്പോ. ഞാനപ്പോ അതിലേക്ക് ചേർന്നിപ്പോ ഏകദേശം ഒരു 8 മാസം 9 മാസമായെന്ന് എനിക്ക് തോന്നുന്നു ചേർന്നിട്ട്. അപ്പൊ ഞാനിപ്പോ ഫീൽഡ് ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടുന്ന ടൈമിലെല്ലാം ഞാൻ വരയ്ക്കും. മാക്സിമം ഒരു രാത്രി ഒരു 10 മണി അന്നേരമാണ് ഞാൻ ഫ്രീ ആവുള്ളൂ. വർക്ക് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമൊക്കെ. ചിലപ്പം യാത്രയാണ് കൂടുതൽ എനിക്ക്. ഞാനിപ്പം ഒരു കേരളം ഫുള്ളായിട്ട് സഞ്ചരിച്ച് ഞങ്ങൾ ഇങ്ങനെ വർക്ക് എവിടെയാണോ അവിടെ പോയി വർക്ക് ചെയ്യാണ്. കേരളത്തല്ല, പുറത്ത് തമിഴ്നാട്, ആന്ധ്ര അങ്ങനെ ഉണ്ട്. അപ്പം എവിടെ പോയാലും അവിടെ നിന്ന് ഇരുന്നാണ് ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലോഡ്ജ് റൂമിലാണ്. ഉം. ഞങ്ങള് വർക്കിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആ ഒരു ടൈം ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോ ഇതിലിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ ആ ബാഗിൽ ഇപ്പം എൻ്റെ ടൂൾസ് കാര്യങ്ങൾ, ഒരു ബോർഡ്, അതുപോലെ ഡ്രോയിങ് ബുക്സ് എല്ലാം ഞാൻ എവിടെ പോയാലും അത് കൊണ്ടുപോകും. കാരണം എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും സന്തോഷ സഹചാരിയാണ്. അപ്പം ഇപ്പം നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ജോലിയുടെ ഒപ്പം ആർട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്? ബെനിഫിറ്റ് മെയിൻ ആയിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഒന്നെങ്കിൽ മൊബൈൽ നോക്കി വെറുതെ ടൈം കളയും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമുക്ക്. കാരണം സൈറ്റ് ചെന്ന് വർക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വർക്കിന് ടെൻഷൻ, അല്ലാണ്ട് നമുക്ക് അതിന് ടെൻഷനൊന്നും ഇല്ല. എന്റെ ഫീൽഡിൽ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ വൈകുന്നേരം നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ കുറെ സമയം വേസ്റ്റ് ആയിട്ട് കളഞ്ഞ കുറെ സമയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കിട്ടുന്ന ടൈമിൽ ഒരു ചിത്രമെങ്കിലും വരയ്ക്കുക എന്നതാണ് ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ ശരിക്കും ഒരു നമ്മളുടെ ഒരു കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ഇപ്പൊ ഒരു അടുത്തൊരു 21 days ചലഞ്ച് ചെയ്തല്ലോ. ഉം. ആ 21 days ചലഞ്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് തൃശ്ശൂരായിരുന്നു ഞാൻ എന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ വർക്ക് ചെയ്യുന്നത് സൈറ്റിന് അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അപ്പൊ ശരിക്കും ഒരു വൺ അവർ നമുക്ക് ഫുഡ്, അതായത് ഉച്ചയ്ക്ക് 1 hour നമുക്ക് ഫ്രീ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ, പിന്നെ റെസ്റ്റ് എടുക്കാൻ 1 hour റെസ്റ്റ് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കും, നേരെ റൂമിൽ പോകും. ആ ചലഞ്ച് ഞാൻ അങ്ങനെ ചെയ്തത്. റൂമിൽ പോയിട്ട് ബാക്കി സമയം നമ്മൾ അവിടെയാണെങ്കിൽ മൊബൈൽ നോക്കി വെറുതെ സമയം കളയുമായിരുന്നു. ആ ഒരു 3/4 മണിക്കൂർ കിട്ടും. 3/4 മണിക്കൂർ കൊണ്ട് ഒരു പിക്ചറെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കും. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കിട്ടുന്ന സമയം രാവിലെ 8:30 ആകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കയറിയാൽ മതി. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമ്മളൊന്ന് വരയ്ക്കും. അപ്പൊ അങ്ങനെ ക്ലാസ് കാണാനുള്ള ക്ലാസ് കാണും. അങ്ങനെ നല്ലൊരു രീതിയിൽ ഇപ്പൊ പോകുന്നു. നൈറ്റ് അതുപോലെ തന്നെ ആ ടൈം കണ്ടെത്തി വെറുതെ കളയാതെ നേരത്തെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ചേഞ്ച് ആയി. എല്ലാവരും എന്നോട് പറയാം, കാരണം കൂടെയുള്ളവര് നമ്മൾ എന്തിനു വിളിച്ചാലും അപ്പൊ പോവായിരുന്നു നൈറ്റൊക്കെ.
കൂട്ടുകാരോട് ഞങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങിയാലും കാണാൻ പോകും. ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല, വെറുതെ സമയം കളയാറില്ല. കാരണം ഇതിൽ തന്നെ സമയം നമുക്ക് കുറവാണ്. അപ്പൊ മാക്സിമം കിട്ടുന്ന സമയങ്ങൾ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. യെസ്, ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ജോലി തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വലിയ എക്സാമ്പിൾ ആണല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ചാപ്റ്റേഴ്സ് ഞാൻ കൂടുതൽ ആ ടൈമിൽ ഞാൻ കൂടുതൽ യാത്രകളായിരുന്നു. അപ്പൊ ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്താണ് കോഴ്സുകൾ കേൾക്കുക. ഉം. അപ്പൊ ഞാൻ നോട്ട് എഴുതിയെടുത്തില്ല. അപ്പൊ അത് കഴിഞ്ഞ് എനിക്കൊരു വീക്കിലി മീറ്റിംഗ് വന്നപ്പോഴാണ് സാറ് നമ്മളോട് പറഞ്ഞത് ഇതിന്റെ നോട്ടുകൾ. ഫസ്റ്റ് വീക്കിലി മീറ്റിംഗ് ഞാൻ ഒരു തിങ്കളാഴ്ച കണ്ടാണ് ചേർന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ ട്രെയിനിൽ പോകുന്ന സമയം, ട്രെയിൻ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയങ്ങളാണ് കൂടുതൽ ഞാൻ ഇത് കേട്ടോണ്ടിരുന്നത്. ഹെഡ്സെറ്റ് വെക്കും, നമ്മൾ കേൾക്കും, വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഞാനത് കേൾക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് വീക്കിലി മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് സാർ പറഞ്ഞത് നമ്മൾ അതിന്റെ നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം. ഫസ്റ്റ് ഞാൻ അതിന്റെ വെൽനസ് ഹബിന്റെ ഫസ്റ്റിലത്തെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇത് കോഴ്സ് എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അതിന്റെ നോട്ട്സ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതെല്ലാം കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് 1-2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ വീക്കിലി മീറ്റിംഗ് വരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് ചാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞ് നോട്ട് എഴുതിയെടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, നമുക്ക് എന്തായാലും അനുഭവ വരച്ച ചിത്രങ്ങളൊന്ന് നോക്കാം. യെസ്, ഇതിനു മുമ്പ് ആർട്ട് പഠിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ഇല്ല, പഠിച്ചിട്ടില്ല. ഞാൻ വെറുതെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഉം. ചിത്രം എന്റെ ഇതാണ്. ഉം. ഇതല്ലേ വാൾ പെയിന്റിങ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലേ? അത് അത് ഞാൻ വീട്ടില് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെയ്തു കൊടുത്താണ്. ഉം. അപ്പൊ അവന്റെ കല്യാണമൊക്കെ ആയ സമയത്ത് ഇത് വീട്ടിൽ ചെയ്തതാണ്. അതൊക്കെ വീട്ടിൽ ചെയ്തു വെച്ചിരുന്നതാണ് നേരത്തെ. ഇതാണ് ആദ്യത്തെ പോർട്രേറ്റ് അല്ലേ? അതെ അതെ, ഫസ്റ്റ് പോർട്രേറ്റ് അത് ഷെയ്ഡ് ചെയ്തിട്ട് വെറുതെ ഔട്ട്ലൈൻ ഇട്ട് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഉം. അത് ഷെയ്ഡിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം. ഷെയ്ഡിങ് എന്താന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി സാറിന്റെ. അപ്പൊ ഉം. അങ്ങനെ ആണ് ഞാൻ ഒരു തുടക്കം ഇതിലേക്ക്. ബർത്ത്ഡേ ഇങ്ങനെ. ഇവിടൊക്കെ എത്തിയപ്പോ ഷെയ്ഡിങ്ങിൽ കുറെ ക്ലാരിറ്റി വന്നല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട്? ഈ ഇത് ഇത് ഫസ്റ്റ് ടൈം ചെയ്തത്. ഇത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉം. കാരണം രണ്ടാമതൊന്നുകൂടെ അതിലാണ് ശരിക്കും പറഞ്ഞ ഷെയ്ഡിങ്ങിൽ ഒരു ചേഞ്ച് വന്നത് എന്റെ. ഉം. ഷെയ്ഡിങ് ശരിക്കും പഠിച്ചത് ആ ഒറ്റ ഡ്രോയിങ്ങിലാണ് ശരിക്കും ഷെയ്ഡിങ് ക്ലിയർ ആയത്. ഇവിടെ നിന്നൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ എത്തിയപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി. അതെ അതെ, ഞാൻ അന്നത്തെ സൂം മീറ്റിംഗിൽ ചെയ്തൊരു ഷെയ്ഡിങ്ങിലാണ്, ട്യുലിപ്പിന്റെ ചെയ്തതാണ് നമുക്ക് എന്റെ നല്ലൊരു ചേഞ്ച്. അവിടെ ഉം. നിന്നാണ് ഞാൻ ഷെയ്ഡിങ് എന്താണെന്ന് പഠിച്ചു തുടങ്ങിയത്. നന്നായിട്ടുണ്ട്. ഇപ്പൊ ഏത് ചിത്രം കണ്ടാലും വരയ്ക്കാന്നുള്ള കോൺഫിഡൻസ് വന്നു അല്ലേ? അതെ അതെ, അത് ഞാൻ 2 പോർട്രേറ്റ് ഞാനിപ്പം ട്രൈ ചെയ്തു. ഉം. എന്റെ വൈഫിന്റെ ആണ് ഫസ്റ്റ് തന്നെ ചെയ്തത്. ഉം. വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ വൈഫിന്റെ അമ്മയുടെ ഉം. അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ പറവൂരാണ് ആള് താമസിക്കുന്നത്. അപ്പൊ അതിലൊരു പോർട്രേറ്റ് ഞാൻ വരച്ചു കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട്. ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇതാണ് വൈഫിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചത്. ഉം. അതായത് വൈഫ് എന്ത് പറഞ്ഞു എന്നിട്ട്? വൈഫിന് ഞാൻ പോർട്രേറ്റ് വരയ്ക്കുമെന്ന് അറിയില്ലായിരുന്നു, അല്ല ഉം. വരച്ചിട്ടില്ല ഞാൻ. ഉം. അപ്പൊ അതുകൊണ്ട് എനിക്ക് വൈഫ് ഭയങ്കര സർപ്രൈസ്ഡായി. ഞാൻ തന്നെ ഞാൻ ഇതിനു മുന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള നവീൻ ഉണ്ടല്ലോ കോട്ടയത്തുള്ള, അറിയാം. നവീനെ കൊണ്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി പിക്ചർ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉം. വെഡിങ് ആനിവേഴ്സറിക്ക്. അതായത് നമ്മുടെ ജനുവരി ആയിരുന്നു, ജനുവരി 20. അപ്പൊ ഞാൻ നവീനെ കൊണ്ടാ വരപ്പിച്ചത്. ഉം. അപ്പം അപ്പൊ ഞാൻ ഈ പോർട്രേറ്റ് വരയ്ക്കുമെന്ന് ആർക്കും അറിയില്ല, ഞാൻ വരച്ചിട്ടില്ല സത്യത്തിൽ. അപ്പൊ വൈഫിനും അറിയില്ല
ഞാൻ വരയ്ക്കുന്ന എല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ പോർട്രേറ്റ് വരയ്ക്കുന്നു അതുകൊണ്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്കും. ഫസ്റ്റ് അത് തന്നെ ചെയ്യാൻ പറ്റി. അതിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് അതെനിക്ക് ആ ഒരു രീതിയിൽ എത്തിക്കാൻ വേണ്ടി. ഗ്രൂപ്പിന്റെ അതൊക്കെ സപ്പോർട്ട് നല്ലൊരു എങ്ങനെയുണ്ട് അനൂപിന്റെ ആ ഒരു ജേണിയിൽ? എന്റെ ജേർണിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും. അപ്പൊ നമ്മള് ഈ ഗ്രൂപ്പിൽ എനിക്ക് നല്ല കമന്റ്സ് കിട്ടാറുണ്ട്. ഞാൻ അതുപോലെ തന്നെ തിരിച്ചും ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അതിൽ തെറ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ പറയാറുമുണ്ട്. അപ്പൊ അവരത് ശരിക്കും അത് ചെയ്തിട്ട് ചിലപ്പം എനിക്ക് തന്നെ ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും. അതിൽ എന്തെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതന്നെ, അത് ഞാൻ ഇതിൽ വന്നിട്ടാണ് നമ്മൾ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ശരിക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാളൊന്നും അല്ല, എല്ലാവരും പുതിയ വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ ലാസ്റ്റ് വരച്ചൊരു പോർട്രേറ്റ്. നന്നായിട്ടുണ്ട്. ലാസ്റ്റ് അല്ല, രണ്ടാമത്തെ. അനൂപിന്റെ ജേണി നോക്കുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഷെയ്ഡിങ്ങിലാണെങ്കിലും വരയ്ക്കുന്ന ഔട്ട്ലൈനിലാണെങ്കിലും എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം. നെക്സ്റ്റ് നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ചാർക്കോൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതില് ചാർക്കോൾ, ബ്ലാക്ക് ചാർക്കോൾ ആണ്. ചാർക്കോളും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വരച്ചേക്കുന്നത്. ഫുൾ ബ്ലാക്ക് വരുന്ന ചാർക്കോളാണ്. ഇപ്പൊ എന്തായാലും ചാർക്കോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തോളൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ കൂടുതൽ ചാർക്കോൾസ് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതും ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ലാസ്റ്റ് പിക്ചറിൽ ഞാൻ ഗ്രാഫൈറ്റ് പൗഡർ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ആ പോർട്രേറ്റ് ചെയ്തിട്ടില്ലേ ഇതില്, അതിന്റെ ഫേസ് ഒക്കെ. അപ്പൊ ഞാൻ അത് വാങ്ങിയതായിരിക്കും, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ ഞാനത് നമ്മള് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെഡിഷ് വരുന്നുണ്ട് അതിൽ. അതൊരു നല്ലതല്ലാന്ന് തോന്നുന്നു. റെഡ് എനിക്ക് അവിടെ അതേ ഉണ്ട്. ആ ഒരു എന്താ പറയാ, റെഡ് അല്ല വരിക, ശരിക്കും പറഞ്ഞ ഒരു കാപ്പി കളറിലായിട്ട് ഇങ്ങോട്ട് ഒരു കറക്റ്റ് ഗ്രാഫൈറ്റ്. ഞാൻ അത് അതന്നെ ഒരു ഗ്രേയിഷ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ പെൻസിൽ തന്നെ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ ഇതെടുത്തിട്ട് ചെയ്തു. ഒരു ഗ്രേ എന്ന് പറഞ്ഞാൽ ഗ്രേ അല്ല, ശരിക്കും ഒരു റെഡിഷ് പോലെ വരുന്നത്. അപ്പൊ അത് നമുക്ക് ശരിക്കും എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് നിർത്തി. പിന്നെ ഞാൻ പെൻസില് സാൻഡ് പേപ്പറിൽ ഇത് അയച്ചിട്ട് അതിൽ നിന്ന് ഞാൻ പൗഡർ എടുത്ത് ചെയ്തു. അങ്ങനെയാണ് ഫേസിന്റെ ഇതൊക്കെ ഒന്ന് ചെയ്തത്. ഷെയ്ഡിങ് ഒക്കെ നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെത്തേഡ്, വേറെ ഡിഫറെന്റ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു ചിത്രം തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോളും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡാർക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും ഡാർക്കിന്ന്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ബ്ലാക്ക് എന്താണ് തോന്നുന്നത് അത് മൊത്തം ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കണ്ണിന്റെ മണി ബ്ലാക്കാ, ഇത് ബ്ലാക്കാ, ഹെയർ ബ്ലാക്കാ, ഈ ഒരു ഷെയ്ഡ് വരെ ബ്ലാക്കാ. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ പെൻസിൽ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡർ യൂസ്. അപ്പോൾ നല്ല വ്യത്യാസം വരും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നമ്മൾ പെൻസിലേ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിചാരിച്ച ഡെപ്ത് ബ്ലാക്ക് കിട്ടാൻ ഇത്തിരി ലിമിറ്റേഷൻ ഉണ്ട് സാധാ പെൻസിലിന്. നെക്സ്റ്റ് അങ്ങനെ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയുള്ളൂ. നല്ല റിസൾട്ട് ഓൾറെഡി ചെയ്യാൻ അറിയുന്ന കാരണം എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡൗട്ട്? എനിക്ക് ആദ്യം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ടൈഗറിന്റെ ചെയ്തപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതിലാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തത്. ഓക്കെ. ഞാനിപ്പോ രണ്ട് പിക്ചർ, അത് രണ്ട് പോർട്രേറ്റ് ഞാൻ ചെയ്തപ്പോ എനിക്ക് കമ്മീഷൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കമ്മീഷൻ വർക്കിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് പിക്ചറും നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാരുടെ ചെയ്തു നോക്കിയത്. ആദ്യം തന്നെ വൈഫിന്റെ ചെയ്തു, പിന്നെ ഒരു റിലേറ്റീവിന്റെ ഒരെണ്ണം ചെയ്തു. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉള്ളതായതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പിന്നെ വീക്കിലി മീറ്റിംഗ് ആണ് നമ്മളുടെ ഒരു എന്താ പറയാ, ശനിയാഴ്ച വരെ നമ്മൾ എന്തെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്ന വീക്കിലി മീറ്റിംഗിലാണ്.
നെക്സ്റ്റ് ഒരു 1 ഇയർ പ്ലാൻ എന്താ ആർട്ടിൽ? എനിക്ക് ശരിക്കും ഇപ്പം നിലവിൽ ഞാനിപ്പം എനിക്ക് ഈ കമ്മീഷൻ വർക്ക് നമ്മൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് ഞാൻ ഈ ഫീൽഡിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ തന്നെ മാറുന്നില്ല. ഞാനിപ്പോ എന്റെ ഈ വർക്ക് ഷെഡ്യൂൾ ഇപ്പൊ ഞാൻ വർക്ക് ഒരു മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അതായത് ഇതിലേക്ക് നമുക്ക് രണ്ടും ഈക്വൽ ഇപ്പൊ ഫാമിലി ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് മാറാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഞാൻ വന്നത് തന്നെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിങ്, അതായത് ഇപ്പം നമ്മൾ കമ്മീഷൻ വർക്ക് എടുത്ത് ചെയ്യണം. പിന്നെ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 22 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളൂ A to Z പെൻസിൽ ഡ്രോയിങ്ങിൽ. ഞാൻ നല്ലതുപോലെ പഠിച്ചാണ് പോകുന്നത്. ജോലി ഉണ്ടെങ്കിൽ ജോലി കളയരുത്. ആർട്ട് പാസീവ് ഇല്ല ഇൻകം സ്റ്റാർട്ടിങ്ങിൽ എടുക്കുക. ഇല്ല, പിന്നെ അത് ചെയ്യുന്ന കളയില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആർട്ട് വർക്ക് പബ്ലിഷ് ചെയ്യുക. കാരണം നമുക്ക് ഫസ്റ്റ് കമ്മീഷൻ വർക്കുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു വേ എന്ന് പറയുന്നത് ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ അവർ എളുപ്പത്തിൽ നമ്മുടെ ആർട്ട് വർക്ക് സ്റ്റാറ്റസ് ആയിട്ടും നമ്മുടെ പോസ്റ്റുകളായിട്ടും അവർക്ക് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ ആ റെക്കോർഡിംഗ് കാണുമ്പോൾ മനസ്സിലാവും. നല്ല നേരത്തെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഡിസ്കൗണ്ട് നേരത്തെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻക്വയറി വരുന്ന സമയത്ത് തന്നെ അവരുടെ അടുത്ത് പറയാം, എൻ്റെ പ്രൈസ് ഇതാണ്, സോ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യത്തെ കുറച്ച് വർക്ക് എടുത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് മതി നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും വർക്ക് എടുക്കാനായിട്ട്. ഇനി മുതൽ വർക്ക് ചെയ്യുമ്പോൾ കമ്മീഷൻ വർക്കാണ് ഫോക്കസ് എങ്കിൽ അതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ എന്റെ വർക്ക് നോക്കി മനസ്സിലാവും. ഞാൻ കുറെ വർക്ക് എന്റെ പ്രാക്ടീസ്, കുറെ വർക്ക് സോഷ്യൽ മീഡിയ, കുറെ വർക്ക് സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ ഫോക്കസ് ചെയ്യണം, അത് മിസ്സാക്കരുത്. ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും കണക്ട് ചെയ്യാം. വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ കറക്റ്റ് ട്രാക്കിൽ പോകുന്ന ഒരു ടെൻഷനും വേണ്ട, മുന്നോട്ട് തന്നെ പോവുക, നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു സാർ. ബൈ.